Yes, Sujitra. Good afternoon. Okay, let us start. Okay, Kripa Varghese. Good afternoon. Okay, Sujitra. Yes. Let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചായിരുന്നു. ടെൻസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അവസാനിപ്പിച്ച 11 ടെൻസ് ഉണ്ട്. സിമ്പിൾ പ്രസന്റ് മുതൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ. ഇനി അതിൽ അവശേഷിച്ചിരിക്കുന്നത് ഒരു ടെൻസും കൂടി ഉള്ളൂ. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് എഴുതുന്നു, അതിനുശേഷം ബി എന്ന് ചേർക്കുന്നു, പിന്നെ വെർബ് എഴുതുന്നു, അതിന്റെ കൂടെ ing ചേർക്കുന്നു. I will repeat it. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ ബി, പിന്നെ വെർബ്, പിന്നെ അതിന്റെ കൂടെ ing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. അപ്പോ പോയിക്കൊണ്ടേയിരിക്കുകയാകുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. യെസ്, സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, ബീൻ, വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അന്ന് ഓർത്ത് വെച്ച് നമുക്ക് യെസ്. അപ്പൊ ഇതിലുൾപ്പെടെ ഇപ്പൊ നമ്മൾ 12 ടെൻസുകളെ കുറിച്ച് നമുക്ക് പറയും. ഈ 12 ടെൻസുകളുടെ പേരുകൾ മാത്രം ഞാനൊന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് 3. അതിന്റെ അടിയിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ അടിയിലുള്ള 3 പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ അടിയിലുള്ള 3 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ഈ 12 ടെൻസുകളെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പിടികിട്ടും. ഒന്ന്, കണ്ടിന്യൂസ് എന്ന് ആരംഭിക്കുന്ന എല്ലാ ടെൻസുകളിലും ing ഉണ്ട്. കണ്ടിന്യൂസ് എന്ന് ആരംഭിക്കുന്ന എല്ലാ ടെൻസുകളും ing. നോക്കിയേ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, 3ലും ing. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിലും ing. അപ്പൊ കണ്ടിന്യൂസ് എന്ന് പറയുന്ന എല്ലാത്തിലും എന്തുണ്ടായിരുന്നു? ing ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേകത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് കാണുമ്പോ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫെക്റ്റ് എന്ന ടെൻസ് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആവാം, പാസ്റ്റ് പെർഫെക്റ്റ്. ആ പെർഫെക്റ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്ന എല്ലാ ടെൻസുകളിലും ഒന്നുകിൽ ഹാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാഡ് ഉണ്ടാവും. 3ൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പാണ്. ഹാസ്, ഹാവ്, ഹാഡ്. 3ൽ ഏതെങ്കിലും ഒരെണ്ണം
എല്ലാ പെർഫെക്റ്റ് ടെൻസുകളും ഉണ്ടായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റില് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്യൂച്ചർ പെർഫെക്റ്റില് സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും ഹാസോ ഹാവോ ഹാഡോ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാണ്, കണ്ടിന്യൂസിൽ എല്ലായിടത്തും ING ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്യൂച്ചർ എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്ന വേർഡ് വരുന്ന എല്ലാ ടെൻസുകളിലും ഒന്നുകിൽ വിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിൽ വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബ് പ്ലസ് ING. ഫ്യൂച്ചർ പെർഫെക്റ്റില് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്യൂച്ചർ എന്ന് പറയുന്ന എല്ലാ ടെൻസുകളിലും വിൽ അല്ലെങ്കിൽ ഷാലുണ്ട്. കണ്ടിന്യൂസ് എന്ന് പറയുന്ന എല്ലായിടത്തും എന്തുണ്ട്? ING ഉണ്ട്. പെർഫെക്റ്റ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഹാസോ ഹാവോ ഹാഡോ ഉണ്ട്. യെസ്, ഇനി നമ്മളിവിടെ ഒരു സബ്ജക്റ്റും ഒരു വെർബും എടുത്തിട്ട് ഈ എല്ലാത്തിനോടും ജസ്റ്റ് ഒന്ന് കടന്നുപോയി. I എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റില് ഞാൻ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചറിൽ ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസിൽ ഞാൻ എടുക്കുകയാകും. പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. യെസ്, മെയിൻ ആയിട്ട് ഈ 9 ഒന്ന് ഓർത്തിരുന്നാൽ മതി. യെസ്, ഇനി ഇതേ വാചകത്തിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് വരാൻ. സിമ്പിൾ പ്രസന്റ് ഞാൻ എടുക്കാറില്ല. സിമ്പിൾ പാസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല. സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ എടുക്കില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയാകുന്നില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരുന്നില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഞാൻ എടുക്കുകയായിരിക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകില്ല. യെസ്, അതാണ് അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ. ഇനി ഇതിന്റെ ഇതേ ഞാനെന്നും ടേക്ക് എന്നും പറയുന്ന വേർഡ് ഉപയോഗിച്ച് ഇതിന്റെ ഇന്ററോഗേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങളിലൂടെ പോകുമ്പോൾ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോൾ ഞാൻ എടുക്കാറുള്ളൂ. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ ഞാൻ എടുത്തോ. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ ഞാൻ എടുക്കുമോ. പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുമ്പോൾ ഞാൻ എടുക്കുകയായിരിക്കുമോ. പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. യെസ്, ഇതാണ് ഓരോ ടെൻസുകളിലും ഓരോ വെർബുകളും വരുമ്പോഴുണ്ടാകുന്ന അർത്ഥത്തിന്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ആ ടെൻസ് എന്ന് പറയുന്ന സംഗതി ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനി ടെൻസ് എന്ന് പറയുന്ന സംഗതി ഇല്ല. ഓക്കെ, സുചിത്ര. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? യെസ്, ഞാനൊരു സംഭവം പറയാം. അതായത് കോളിംഗ് ബെൽ അടിക്കുന്നു വീട്ടില്. ഓക്കെ, പറഞ്ഞാൽ മതി. കോളിംഗ് ബെൽ അടിക്കുന്നു വീട്ടില്. അപ്പൊ അത് കഴിഞ്ഞപ്പോ വീടിന്റെ അകത്തേക്ക് പുറത്തേക്ക് ഇരുന്നു. അപ്പൊ ഏതോ ഒരു മനുഷ്യനെ അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ഭർത്താവിനെ കാണണം എന്ന് പറയും. യെസ്,
നിങ്ങൾ അകത്തേക്ക് പോകുന്നു. അകത്ത് ഭർത്താവ് ഉണ്ടെന്ന് വിചാരിച്ചു. യെസ്, ഭർത്താവിനോട് സുചിത്ര പറയുകയാണ് നിങ്ങളെ വിളിക്കുന്നു. എന്താ പറയുന്നത്? നിങ്ങളെ വിളിക്കുന്നു. കാരണം ഈ വന്ന ആളുടെ പേര് സുചിത്രക്ക് അറിയില്ല. കാരണം പരിചയമുള്ള ഒരാളല്ല. പേര് അയാളോട് ചോദിക്കാനും പറ്റുമില്ല. യെസ്, വന്നിട്ട് പറയാൻ നിങ്ങളെ വിളിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്നു. Call you a person. Call you a person. അവിടെ നിൽക്കട്ടെ. വർഗീസ് ആണെങ്കിൽ എങ്ങനെ പറയാം? അകത്ത് വന്നിട്ട് ഭർത്താവിനോട് പറയുകയാണ് നിങ്ങളെ വിളിക്കുന്നു. You call him. You call him. അതെന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിളിക്കുന്നു എന്നാണ്. എപ്പോൾ അത് അങ്ങോട്ട് വരുന്നറിയാം. നിങ്ങൾ വിളിക്കുന്നു എന്നല്ല, നിങ്ങളെ വിളിക്കുന്നു എന്നതാണ്. ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ 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 അതുല്യ, നിങ്ങളെ വിളിക്കുന്നു എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ എങ്ങനെ പറയും? You will have calling. You will have calling. അവിടെ നിൽക്കട്ടെ. യെസ്, ഫ്രാൻച. Yes, sir. എങ്ങനെ പറയും നിങ്ങളെ വിളിക്കുന്നു? Someone is calling you. Someone is calling you. ആ someone ഒന്നില്ലാണ്ട് പറഞ്ഞെങ്കിൽ സെന്റൻസ് കറക്റ്റാണ്. someone ആരോ നിങ്ങളെ വിളിക്കുന്നു. അപ്പൊ ആരോ നിങ്ങളെ വിളിക്കുന്നതാണ് കറക്റ്റ്. Who calling you? അങ്ങനെ പറയില്ല. യെസ്, യു അങ്ങനെ പറയൂല. നിങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിക്കാനായിട്ടൊരു അവസരം തരാം. പണ്ട് നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്കൂളിലല്ല കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ പ്രിൻസിപ്പല് ഒരു കത്ത് ഒരു പ്യൂണിനെ കൊടുത്തു വിടും. അപ്പൊ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കുന്നു. ടീച്ചർ അത് വാങ്ങിയിട്ട് ഫ്രാൻഷ, സുചിത്ര, കൃപ വർഗീസ് നിങ്ങൾ എഴുതിയിട്ട് എഴുതുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു വയ്ക്കുക. നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതില് ആര് വിളിക്കുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. കാരണം വന്ന ഫ്രണ്ടിന്റെ പേര് സുചിത്ര ചോദിച്ചില്ല. യെസ്, അപ്പോ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയും. ഇവിടെ നമുക്ക് മനസ്സിലായി, കാരണം ലെറ്റർ കൊടുത്തു വിട്ടേക്കുന്ന പ്രിൻസിപ്പലാണ്. അപ്പൊ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് പറയാൻ നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. കാവ്യ, Calling principal. കോളിംഗ് പ്രിൻസിപ്പൽ, പ്രിൻസിപ്പലെ വിളിക്കാൻ പറ്റി. അങ്ങനെ പറഞ്ഞാൽ തിരിച്ചു വരണം. പ്രിൻസിപ്പലാണ് നിങ്ങളെ വിളിക്കുന്നത്. Principal is calling. കോൾ പ്രിൻസിപ്പൽ നമ്മൾ പ്രിൻസിപ്പലിനെ വിളിക്കുമ്പോൾ വേറെ ആരും പ്രിൻസിപ്പലിനെ വിളിക്കുക. ഓക്കെ, യെസ്, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇതാണ് നമ്മൾ നോക്കാൻ. യെസ്, ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഈ 12 ടെൻസുകളല്ലാതെ വേറെയും മോഡലിൽ നിങ്ങൾ വാചകങ്ങൾ കാണും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ആര് സംസാരിച്ചു കഴിഞ്ഞാലും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ടെൻസുകളിൽ എല്ലാവരും നിങ്ങൾ വേറെ വാചകങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഇത് നമ്മൾ നോക്കിയിട്ടില്ല, ഇങ്ങനെ വന്നേക്കണേ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതിയാണല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയുള്ള കുറച്ച് ക്ലാസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോ സുചിത്രയോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. മലയാളത്തിലൊരു വാചകം ഞാൻ പറയും. രാമൻ പാമ്പിനെ കൊന്നു. രാമൻ നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഒരു പാമ്പിനെ കൊന്നു. ഞാൻ സുചിത്രനോട് പറയാണ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വാചകം രാമൻ പാമ്പിനെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞത് സുചിത്ര എന്നോട് തിരിച്ചു പറയുമ്പോ ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ആദ്യത്തെ വാക്ക് രാമൻ എന്നായിരുന്നില്ലേ? രാമനെ തൊടുന്നണ്ട, പാമ്പ് തൊടുക. യെസ്,
ഇതേ അർത്ഥം തന്നെ ആയിരിക്കും പറഞ്ഞു വരുമ്പോൾ ഉണ്ടാവേണ്ടത്. പാമ്പ് എന്ന് പറയുന്ന വാക്ക് വെച്ച് ആരംഭിക്കും. മലയാളത്തിൽ പറഞ്ഞാൽ മതി. സുചിത്ര ഒന്ന് പറഞ്ഞു വയ്ക്കും. ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരിക്കും. മലയാളത്തിലാണ് സാർ. മലയാളത്തിൽ പറഞ്ഞു. പാമ്പിനെ രാമൻ കൊന്നു. യെസ്. പാമ്പിനെ പറയാം. പാമ്പ് എന്ന് പറയാം. ഇങ്ങനെ പാടില്ല. ഇങ്ങനെ ഇല്ലാണ്ട് പാമ്പ് എന്ന് പറയാം. മാത്രമേ പാടുള്ളൂ. പാമ്പ് കൊന്നു രാമൻ. പാമ്പ് രാമനെ കൊന്നു. യെസ്. പാമ്പ് രാമനെ കൊന്നിട്ടില്ല. രാമനാണ് പാമ്പിനെ കൊന്നത്. പാമ്പ് രാമനെ കൊന്നു എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞ കോണ്ടസ്റ്റ് വായിക്കുകയില്ലേ. ഞാൻ പറഞ്ഞത് ഇതാണ്, രാമൻ പാമ്പിനെ കൊന്നു. സുചിത്ര പറയുമ്പോഴും അതേ സ്റ്റൈലായിരിക്കണം കിട്ടേണ്ടത്. അതേ മീനിങ് ആയിരിക്കണം. രാമൻ പാമ്പിനെ കൊന്നുള്ളതായിരിക്കണം. പക്ഷെ പാമ്പ് എന്നൊരു ആരംഭിക്കണം. അപ്പൊ നമുക്ക് പറയാം, ഒന്നുകൂടി നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് പറയാം, വേറൊരു രീതിയിൽ പറയാം. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ പറഞ്ഞൂടെ സുചിത്ര? രാമൻ അങ്ങനെ പറയാം. അല്ലാണ്ട് പാമ്പ് രാമനെ കൊന്നു പറയണ്ട. യെസ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ കറക്റ്റ്. രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞതും പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞതും രണ്ട് കറക്റ്റാണ്. യെസ്. ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഭർത്താവിനോടൊന്ന് പറയല്ലേ, നിങ്ങൾ വിളിക്കപ്പെട്ടു. ആരോ ഒരാൾ നിങ്ങൾ വിളിക്കപ്പെട്ടു. യെസ്. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു യോജിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പാസീവ് വോയിസ് എന്ന് പറയും. പാസീവ് വോയിസ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടെൻസുകൾ എല്ലാത്തിന്റെയും പാസീവ് വോയിസിലും എഴുതാൻ പറ്റും. അപ്പോ അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതേപോലത്തെ വാചകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് മറ്റേ ടെൻസാണ് നമ്മൾ പഠിച്ച 12 ടെൻസാണ്. അത് പാസീവ് വോയിസ് ആയിട്ട് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പാസീവ് വോയിസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ്. പാസീവ് വോയിസ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന പേരാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ പറയുന്ന പേര്, അതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് അതാണ് രാമൻ പാമ്പിനെ കൊണ്ടുള്ളത്. അത് ആക്റ്റീവ് വോയിസ് ആണ്. അതിന്റെ പാസീവ് വോയിസ് ആണ് പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞ രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമനാണ് ഇമ്പോർട്ടൻസ് അല്ലെ? രാമനല്ലേ പ്രവൃത്തി ചെയ്ത ആള്, കൊന്ന ആള്, അതിനാണ് ഇമ്പോർട്ടൻസ്. യെസ്. അപ്പൊ നമുക്ക് പറയാം പ്രവൃത്തി ചെയ്ത ആൾക്ക് ചെയ്തവർ ചെയ്ത ആൾക്കാണ് ഇമ്പോർട്ടൻസ് ആക്റ്റീവ് വോയിസ്. ഇനി അതിന്റെ പാസീവ് വോയിസ് ഞാൻ പറഞ്ഞു പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പോ രാമനല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, അവിടെ നടന്ന പ്രവർത്തിക്കാൻ എന്താണ് കൊല്ലപ്പെട്ടു. അപ്പൊ ആക്റ്റീവ് വോയിസില് ഒരു ഡൂവർ ചെയ്തൊരാൾക്ക് ഇമ്പോർട്ടൻസ് വരുമ്പോൾ പാസീവ് വോയിസില് ചെയ്ത ആൾക്കല്ല, ചെയ്ത ആള് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത് അതിനാണ് ഇമ്പോർട്ടൻസ്. ഇതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള ഒരു വ്യത്യാസം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോ കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും മലയാള ഗ്രാമറിൽ. അതിന്റെ തന്നെ നേരെ വിപരീതമാണ് നമ്മൾ ഇവിടെ പറയുന്ന സംഗതി ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് നമ്മൾ മാറ്റുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഒരു സെന്റൻസ് കാണുമ്പോൾ ഇത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ അറിയണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 12 ടെൻസില്ലേ, ആ 12 ടെൻസുകളിൽ
ഏത് ടെൻസിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല. അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് മാറ്റാനായിട്ട് പറ്റൂ. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഞാൻ വാചകം എഴുതിയത് they drink tea. ഒരു വാചകം കൂടെ they drink tea. യെസ്. അപ്പൊ ഞാൻ ചോദിക്കാൻ ആർക്കും പറയും, ഈ എഴുതിയിരിക്കുന്ന വാചകം നമ്മൾ പറഞ്ഞ ഈ 12 ടെൻസിന്റെ ഫോമിൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇന്ന് പറഞ്ഞ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉൾപ്പെടെയുള്ള 12 ടെൻസിൽ ഏത് ടെൻസാണ് ഈ ഒരു വാചകം they drink tea എന്നുള്ളത് ഏത് ടെൻസിലാണ് വരുന്നത്? they drink tea എന്നുള്ളത് ഏത് ടെൻസിൽ വരും? ആർക്കൊന്നും പറയില്ല. സിമ്പിൾ പ്രസന്റ് ആണോ സർ? കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഫ്രാൻഷ, വെരി ഗുഡ്. ഈ വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. ഇത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഫ്രാൻഷയ്ക്ക് അദ്ദേഹം മനസ്സിലായി. ഫ്രാൻഷ് ചിന്തിച്ചു, സബ്ജക്റ്റ് പിന്നെ വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇപ്പൊ സബ്ജക്റ്റ് കറക്റ്റ് ആണ്. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഡ്രിങ്ക് പ്രസന്റ് അല്ലേ? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് എന്നല്ലേ? അപ്പൊ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. അത്രയും മാത്രം നോക്കിയാൽ മതി, ബാക്കി നമ്മൾ നോക്കണ്ട. അത് രണ്ടും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രാൻഷ വെരി ഗുഡ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ദിസ് ഈസ് എ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഏത് ടെൻസ് ആണിത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം, ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു റൈറ്റ് ദ പാസീവ് വോയിസ് ഓഫ് എ സിമ്പിൾ പ്രസന്റ് സെന്റൻസ്. സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പൊ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. പാസീവ് വോയിസിലേക്ക് ആക്കുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന വാചകത്തിൽ നിന്നും ഒരു ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കുന്ന ഓബ്ജക്റ്റ്, ഈ തന്നിരിക്കുന്ന വാചകത്തില് ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാചകത്തിനോട് നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഹും, ആരെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്, എന്ത്. ഈ 2 ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉത്തരമുണ്ടെങ്കിൽ ആ ഉത്തരമാണ് ഒബ്ജക്റ്റ്. ഇതല്ലാതെ വേറെ ഒരു ചോദ്യം ചോദിക്കരുത്. എങ്ങനെ, എവിടെ, എപ്പോൾ. ഈ ചോദ്യങ്ങൾ ഉത്തരമൊന്നും ഒബ്ജക്റ്റ് അല്ല. യു ക്യാൻ ആസ്ക് ഓൺലി 2 questions to verb. First one is whom, ആരെ. Next question is what, എന്ത്. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് എന്ത്? ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം. They drink tea. അവർ ചായ കുടിക്കാറുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുക, ആരെ കുടിക്കാറുണ്ട്? ഉത്തരവില്ല. എന്ത് കുടിക്കാറുണ്ട്? ചായ. ചായ ഈ സെന്റൻസിൽ എന്താണ്? ഓബ്ജക്റ്റ് ആണ്. How do we say this an object? Because it is the answer to the question what. വാട്ട് എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? എന്ത് കുടിക്കുന്നു? ചായ കുടിക്കുന്നു. അപ്പൊ വാട്ട് എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്, അല്ലെങ്കിൽ ഹും എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. ഞാൻ വെറുതെ പറയുന്നത് ഓബ്ജക്റ്റ് എഴുതണം. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആ, അല്ലെങ്കിൽ ആ. അപ്പൊ ഞാൻ പറയാം, ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആ, അല്ലെങ്കിൽ ആ. ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കും. ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കും. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. വെർബ്. ആ വെർബ് എഴുതുമ്പോ
ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഓബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അപ്പോഴതെന്താവും? പാസീവ് വോയിസ് ആവും. അപ്പൊ ഈ സെന്റൻസിൽ നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റണം. ആദ്യം ഓബ്ജക്റ്റ് ഏതാണ്? ഓബ്ജക്റ്റ് ടി ആദ്യം ടി. ഓബ്ജക്റ്റ് കിട്ടിയില്ല. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ചായ, ഒരു ചായയിലുള്ളൂ. അപ്പൊ സിംഗുലർ ആണ്, പീസ് കൊടുക്കാം. ടി ഈസ്. ഇനി ഡ്രിങ്ക് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രിങ്ക്, ഡ്രാങ്ക്, ട്രങ്ക്. DRUNK. ടി ഈസ് ഡ്രങ്ക്. യെസ്, ഇതാണ് ഇതിന്റെ പാസീവ് വോയിസ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച 12 ടെൻസിന്റെ ഫോമില് ഇങ്ങനൊരു സാധനം ഉണ്ടായില്ല. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇത് സിമ്പിൾ പ്രസന്റ് വാചകമാണ്. ആ സിമ്പിൾ പ്രസന്റ് വാചകത്തിന്റെ പാസീവ് വോയിസ് ആക്കി എഴുതിയപ്പോഴാണ് ഇങ്ങനെ എഴുതിയത്. അപ്പൊ സുചിത്ര ചെന്ന് ഭർത്താവിന്റെ ഒരാൾ വന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോ ഭർത്താവിനോട് പറയേണ്ടത് യു ആർ കോൾഡ്. അതാണ് കറക്റ്റ്. യു ആർ കോൾഡ്. യു കോൾ എന്ന് പറയരുത്. യു കോൾ എന്ന് പറഞ്ഞാൽ ഭർത്താവായി പോകും വിളിക്കുന്നത്. ഭർത്താവ് വിളിക്കുന്നില്ല, ഭർത്താവിനെ ആണ് വിളിക്കുന്നത്. അപ്പൊ കറക്റ്റ് എന്താണ്? യു ആർ കോൾഡ്. അതാണ് കറക്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ +2 ക്ലാസ്സിൽ ഇരിക്കുന്നു, പ്രിൻസിപ്പൽ ഒരു കത്ത് കൊടുത്തു വിടുന്നു, എന്നിട്ട് പറയുന്നു സുചിത്ര വർഗീസ് സ്റ്റാൻഡപ്പ് എന്ന് വിളിക്കുന്നു. ടീച്ചർ പറയുന്നു യു ആർ വാണ്ടഡ് ബൈ പ്രിൻസിപ്പൽ. നിങ്ങളെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. യു ആർ വാണ്ടഡ് ബൈ ദ പ്രിൻസിപ്പൽ. യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് വേറെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കാനുണ്ട്. തന്നിരിക്കുന്ന വാചകത്തിൽ ഹി ഉണ്ടെങ്കിൽ അതിന്റെ ഹിം എന്ന് മാറ്റണം. ഇത് മാറ്റണം, ഹിം. ഷീ ഉണ്ടെങ്കിൽ അതിനെ ഹെർ എന്ന് മാറ്റണം, ഹെർ. ദേ എന്നാണെങ്കിൽ അതിനെ ദം എന്ന് മാറ്റണം. വി എന്നാണെങ്കിൽ അതിനെ അസ് എന്ന് മാറ്റണം. ഐ എന്താണെങ്കിൽ അതിനെ മീ എന്ന് മാറ്റണം. ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇത് കൂടെ ഓർത്ത് വെച്ചേക്കണം. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഹി എന്നുള്ളത് എന്താവും? ഹിമ്മാവും. ഷീ എന്നുള്ളത് എന്താവും? ഹെറാവും. ദേ എന്നുള്ളത് എന്താവും? ദമ്മാവും. വി എന്നുള്ളത് എന്താവും? അസ് എന്താവും? US. ഐ എന്നുള്ളത് എന്താവും? വി. ഇത്രയും മാറ്റങ്ങളുണ്ട്. യു ആണെങ്കിലും മാറ്റില്ല, അതുപോലെ തന്നെ. ഈ ഒരു മാറ്റം കൂടി ഇതിനകത്ത് സംഭവിക്കും. യെസ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ വാചകത്തിലോട്ട് വരാം. വി ആണെങ്കിൽ അസാക്കണം, പിന്നെ ഐ ആണെങ്കിൽ മീ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ വാചകത്തിലൂടെ വീണ്ടും വരിക. They drink tea. They drink tea. അപ്പൊ നമ്മള് ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു, ടി ആദ്യം എഴുതി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ല, ടി പറഞ്ഞല്ലോ. അപ്പൊ ഈസ്, ടി ഈസ്. പിന്നെ നോക്കുന്നുണ്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് DRUNK, ഡ്രങ്ക്. അതെ, എഴുതിയിട്ടില്ല. ഇനി അതിനകത്ത് അവശേഷിക്കുന്ന എന്താണ്? ഒരു ദേ അവശേഷിക്കുന്നില്ല. ആ ദേ എന്നുള്ളത് എന്താക്കണം? ദം എന്ന് മാറ്റണം. എന്ത് മാറ്റണം? ദം എന്ന് മാറ്റണം. ആ ദം എന്ന് മാറ്റിയിട്ട് അതിന്റെ തൊട്ട് മുന്നില് ഒരു ബൈ എന്ന് കൂടി ചേർക്കണം. തൊട്ട് മുന്നില് ഒരു ബൈ എന്ന് കൂടി ചേർക്കണം. അപ്പൊ നമുക്ക് പറയാം ടി ഈസ് ഡ്രങ്ക് ബൈ ദം. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ
നിങ്ങളുടെ കൈ പിയൂൺ വരുന്ന ലെറ്റർ വായിച്ചിട്ട് ടീച്ചർ പറയുന്നത് യു ആർ വാണ്ടഡ് ബൈ ദ പ്രിൻസിപ്പൽ. യെസ്. അപ്പൊ നേരത്തെ സുജിത്രയുടെ കർത്താവിനെ തേടി വന്ന ആളെ സുജിത്രക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് യു ആർ കോൾഡ് എന്ന് പറയും. നേരെ മറിച്ച് സുജിത്രക്ക് അയാളെ അറിയാൻ, ബാബു ആണ് വന്നിരിക്കുന്നത്, ബാബു ഇടക്കൂടെ വരാറുള്ളതാണ്. അപ്പൊ അങ്ങനെ ബാബു ആണ് വന്നിരിക്കുന്നതിനെ അറിയാമെങ്കിൽ സുജിത്ര അകത്ത് എന്നിട്ട് ഭർത്താവിനോട് എന്ത് പറയും? യു ആർ കോൾഡ് ബൈ ബാബു. യു ആർ കോൾഡ് ബൈ ബാബു. ബാബു നിങ്ങളെ വിളിക്കും. യെസ്, പിടികിട്ടിയല്ലോ. അപ്പൊ ആദ്യം എന്ത് വേണം? ടെൻസ് ഏതാണെന്ന് നോക്കണം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ഐ ആണെങ്കിൽ ബി ആക്കണം, ബി ആണെങ്കിൽ അസാക്കുക, ദേ ആണെങ്കിൽ ജമ്മാക്കുക, ഷീ ആണെങ്കിൽ ഹെയർ ആക്കുക, ഹി ആണെങ്കിൽ ഹിം ആക്കുക. തൊട്ടു മുന്നില് എന്തും കൂടി ചേർക്കണം? ബൈ എന്ന് കൂടി ചേർക്കണം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അല്ലേ? ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോ. പാസീവ് വോയിസ് ഓഫ്, passive voice of simple present. SIMPLE, simple present, PRESENT. Passive voice of simple present. ഇതില്ലേ? S. അതിന്റെ അടിയിൽ എഴുതിക്കോ object plus OBJECT. Object plus is ഒരു സ്ലാഷ് ആം സ്ലാഷ് ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിലേതെങ്കിലും ഒന്ന്. ഈസ് ആം ആർ. ഇതില് ഈസ് ആം ആർ പ്ലസ് വി, വെർബ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ആണ് വി. യെസ്. പിന്നെ ആ വിയുടെ ബ്രാക്കറ്റില് പി പി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3. ഓക്കെ. അപ്പൊ നമുക്കൊന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. മറ്റത് അറിയില്ല. ഹി ഹിം ആവുന്നു, ഷീ ഹെയർ ആവുന്നു, ദേ ദം ആവുന്നു, വി അസ് ആവുന്നു, ഐ മീ ആവുന്നു, തൊട്ട് മുന്നില് ബൈ ചേർക്കും. അപ്പൊ ഇത് ആൻസർ ആയിട്ട് എഴുതിക്കോ, അല്ല എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. ദേ ഡ്രിങ്ക് ടീ. ടീ ഈസ് ഡ്രങ്ക്, DRUNK, ഡ്രങ്ക് ബൈ ദം. ടീ ഈസ് ഡ്രങ്ക് ബൈ ദം. യെസ്. അപ്പൊ നമ്മുടെ HA24 ക്ലാസ് ഇന്ന് അവസാനിച്ചു. അവരോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞാണ് പോകുന്നത്. യെസ്, 25 അവസാനിച്ചു. നിങ്ങള് 26 ആണ്. യെസ്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ 1-2 വാചകങ്ങൾ ചെയ്ത് നോക്കാലോ. യെസ്. യെസ്. ഞാൻ 2 വാചകങ്ങൾ പറയാം, നിങ്ങൾക്ക് അതൊന്ന് പാസീവ് വോയിസിൽ ആക്കാൻ പറ്റുമോ നോക്കാം. യെസ്, എഴുതിക്കോ. The president, PRESIDENT, president appoints
APPO INTS appoints the governor, GOVERNOR. അടുത്തത് the judge, JUDG, the judge finds, FINDS, finds them, THEM, them guilty, GUILTY, guilty. The students, STUDENTS, students considers COA, SIDERS considers him, their, THEIR, their Guru, GURU. യെസ്, 3 വാചകങ്ങളുണ്ട്. നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന നോക്കിയാൽ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറ്റുന്ന നോക്കിയാൽ 3 പേർക്ക് പറയുന്നു. ഓക്കെ, കഴിയുമ്പോ പറഞ്ഞാൽ മതി. സർ സെക്കൻഡ് സെന്റൻസ് ഒന്ന് പറയോ? യെസ്, ദ ജഡ്ജ്, JUDG, ജഡ്ജ് finds, FINDS, finds them, THEM, them guilty, GUILTY. ജഡ്ജ് അവരെ കുറ്റക്കാരനാക്കുന്നു, അല്ലെങ്കിൽ അവർ കുറ്റം കാണുന്നു.
കഴിയുമ്പോൾ പറയണേ. കഴിഞ്ഞില്ലേ കൃപ? ഇല്ല. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഞാൻ പറഞ്ഞു മനസ്സിലാവാനിക്കൊന്നുമില്ലല്ലോ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക, ലിസണിംഗ് ആണെങ്കിൽ അത് ചേർത്ത് പെർഫെക്റ്റ് മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. യെസ്, നമുക്ക് ഇത് ഞാൻ തന്നെ നമുക്ക് നോക്കാം. ഡോണ്ട് വരി, നമുക്ക് റെഡിയാക്കി എടുക്കണത്. ഓക്കെ, സോ ഇത് ആദ്യത്തെ വായിക്കാം. ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് ഹിം ഗവർണർ. അപ്പോയിന്റ്സ് ഗവർണർ. പ്രസിഡന്റ് ഗവർണറെ നിയമിക്കുന്നു. ഇതിനകത്ത് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഓബ്ജക്റ്റ് ഏതാണ് സുചിത്ര? സുചിത്ര, യെസ്. അപ്പൊ നമുക്ക് ഏതാണ് ഒബ്ജക്റ്റ്? യെസ്, പ്രസിഡന്റ് ഗവർണറെ നിയമിക്കുന്നു. എന്ത് നിയമിക്കുന്നു? ഇല്ല. ആരെ നിയമിക്കുന്നു? ഗവർണറെ നിയമിക്കുന്നു. യെസ്, അപ്പൊ ഗവർണർ ആണ് ഒബ്ജക്റ്റ്. അത് ആദ്യം എഴുതി, ഗവർണർ. ഒബ്ജക്റ്റ് കിട്ടിയില്ല. ഇനി ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ഗവർണേഴ്സ് എന്നായിരുന്നെങ്കിൽ അവിടെ ആറ് വന്നു. ഗവർണർ എന്നായതുകൊണ്ട് ഒരാളുള്ളൂ, അപ്പൊ ഈസ്. സിംഗുലർ ആയപ്പോ ഈസ്, അപ്പൊ ഗവർണർ ഈസ്. ഇനി അപ്പോയിന്റ്സ് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം അപ്പോയിന്റഡ്. APPOINTED. ഫാസ്റ്റ് പഠിച്ചു. ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഷീന്നോ ഒന്നും അല്ലല്ലോ, അപ്പൊ ആ പേര് തന്നെ പറയാം, ബൈ ദ പ്രസിഡന്റ്. ഇതാണ് കറക്റ്റ്. ഗവർണർ ഈസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ നോക്കാം. The judge finds them guilty. Judge finds them, അവരെ കാണുന്നു, ഗിൽറ്റി, കുറ്റമുള്ളവരായിട്ട്, കുറ്റാരോപിതരായി അവരെ കാണുന്നു. ഓക്കെ, ഇതിനകത്ത് ഗിൽറ്റി അല്ല ശരിക്കും ഓബ്ജക്റ്റ്. ഇതിനകത്ത് ഓബ്ജക്റ്റ് അവരെ എന്നുള്ളതാണ്. ദം ആണ് ഓബ്ജക്റ്റ്. യെസ്. ഓക്കെ, ആരെ കാണുന്നു? ആരെ അല്ലെങ്കിൽ എന്താ? ഈ രണ്ട് വാക്കുകൾ എഴുതിയിട് സൈഡിൽ. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഓബ്ജക്റ്റ്. ആരെ അല്ലെങ്കിൽ എന്ത്? യെസ്, ആരെ കാണുന്നു? അവരെ കാണുന്നു. അപ്പൊ ദം ആണ് ഓബ്ജക്റ്റ്. അപ്പൊ ദം വെച്ച് നമുക്ക് സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദേ ആണെങ്കിൽ ദം ആവുമെന്ന് പറഞ്ഞില്ലേ?
അതുപോലെ ഓബ്ജക്റ്റ് ദം ആണെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റണം, ദേ എന്ന് മാറ്റണം. അപ്പൊ ആദ്യം എന്ത് വരും? ദേ എന്നാക്കണം. ദേ അവിടെ എങ്ങനെ വന്നാണ്? ദം ആണ്. ദം വെച്ചൊന്നും സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ ദേ എന്നാക്കി. ഓക്കെ, ദേ. ദേ ഇനിയിപ്പോ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ദേയുടെ കൂടെ എന്താ വരാ? ആറല്ലേ വരുള്ളൂ. ദേ ആർ. ഓക്കെ, ദേ ആർ. അപ്പൊ അത്രയും വരെ കറക്റ്റായി. ഇനി വേണ്ടത് ഫൈൻഡ് എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ടർ. അപ്പൊ FOUND, ഫൗണ്ട്. യെസ്. ഇനി ഏറ്റവും ആദ്യത്തെ ജഡ്ജൊക്കെ ഉപയോഗിക്കാൻ വരട്ടെ. അതിന് മുമ്പ് ഇനി അതിനകത്ത് എന്തെങ്കിലും ബാലൻസ് നിൽപ്പുണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗിൽറ്റി അവിടെ നിൽപ്പുണ്ട്. അതും കൂടി അവിടെ എടുത്ത് എഴുതുക. അപ്പൊ എന്തായി? ദേ ആർ ഫൗണ്ട് ഗിൽറ്റി. പിന്നെ ബൈ ദ ജഡ്ജ്. ബൈ ദി ജഡ്ജ്. ഓക്കെ, ദേ ആർ ഫൗണ്ട് ഗിൽറ്റി ബൈ ദി ജഡ്ജ്. അതാണ് കറക്റ്റ്. സ്റ്റുഡൻസ് കൺസിഡർ ഹിം ദയർ ഗുരു. ആ, എഴുതിയിട്ടുണ്ട് ഇത്. He is considered Guru by the students. യെസ്. അപ്പൊ ഇതിലൊരു വാക്ക് പോയി, THEIR. ആ വാക്ക് കൊണ്ട് വിട്ടുപോയില്ല. അതും കൂടി ചേരാം. ആ ഗുരുവിന് മുന്നിൽ അതും കൂടി ചേർന്നു കേട്ടോ. അപ്പൊ കറക്റ്റ്. ഒരു വാക്ക് വിട്ടുപോകരുത്. കറക്റ്റാണ്. സ്റ്റുഡൻസ് കൺസിഡർ ഹിം ദയർ ഗുരു. വിദ്യാർത്ഥികള് അവനെ അവരുടെ ഗുരുവായി കാണുന്നു. ആരെ കാണുന്നു? അവനെ കാണുന്നു. അവനെ. ആരെങ്കിലും എന്തല്ല. അപ്പൊ ഹിം എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ഹിം വെച്ച് നമുക്ക് നേരത്തെ സെന്റൻസ് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ അത് എന്താക്കുക? ഹി ആക്കുക. ഹി. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഹിയുടെ കൂടെ എന്ത് വരും? ഈസ് വരും. ഹി ഈസ്. അത് കറക്റ്റായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടത്? കൺസിഡർ എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ കൺസിഡേർഡ്. കൺസിഡേർഡ്. ഹി ഈസ് കൺസിഡേർഡ്. പാരന്റ്സിനുള്ളത് എന്താണ്? ദയർ ഗുരു ബൈ ദ സ്റ്റുഡൻസ്. ബൈ ദി സ്റ്റുഡൻസ്. ബുദ്ധിമുട്ടുണ്ടോ? എനി പ്രോബ്ലം? റിയാക്ട് ചെയ്ത് എനി പ്രോബ്ലം? യെസ്. ഇപ്പൊ കിട്ടിയില്ലേ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കാരണം കണ്ട ഇവിടെ നോക്കിയപ്പോ വല്ല ആൻസർ ഹി ഈസ് കൺസിഡേർഡ്. നമ്മൾ ഈസ് വെച്ച് പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് പറഞ്ഞത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ING. അപ്പൊ എവിടെയെങ്കിലും ഈസ് വെച്ചതിന് ശേഷം പറയുമ്പോൾ മൂന്നാമത്തെ ഫോം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ പഠിക്കാത്ത സംഗതിയാണുള്ള 12 ടെൻസിന്റെ ഫോമിൽ ഇതില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റിനെ എങ്ങോട്ട് കൊണ്ടുവന്നതാണ്? പാസീവ് വോയിസ് ആക്കി എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. യെസ്. അപ്പൊ ഞാനൊരു 3 പറയട്ടെ, ചെയ്യാൻ പറ്റുമോ? യെസ്. എഴുതുന്നു. അവർ മദർ നമ്മുടെ അമ്മ. ടീച്ചേഴ്സ് TEACHES ടീച്ചേഴ്സ്. അസ് നമ്മുടെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. യെസ്. രണ്ടാമത്തെ ചോദ്യം, ദ ഓഫീസർ gives them GIVES gives them the information INFORMATION information.
അടുത്തത് രാമു teaches 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 us physics PHYSICS physics. Okay, മൂന്നാണ്. എഴുതാൻ പറ്റും നോക്കി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ അത് ഇരിപ്പുണ്ടല്ലോ കയ്യില്, അതൊന്ന് ചെയ്യാൻ നോക്കാം, ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. ആ ടെൻഷനൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി അങ്ങോട്ട് കിടക്ക് മാറി കഴിയുമ്പോഴൊന്നും ഇന്ന ടെൻഷനാണ് ആ ടെൻഷൻ വന്നിരിക്കുന്നത് പറയാനായിട്ടൊന്ന് നോക്കി വെക്കാം. യെസ്, ഇപ്പൊ ഒന്ന് നോക്കി വെച്ചാൽ മതി. സുഹിത്ര, അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ശരിയാണോ? ഞാൻ പറയണത് ശരിയാണോ നോക്കൂ. ഫസ്റ്റത്തെ വി ടീച്ചസ് ബൈ അവർ മദർ. ശരിയാണോ സർ? വി ടീച്ച് us our ടീച്ചസ് ബൈ അവർ മദർ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈസിൽ ഗ്രാമറിലേക്ക് ആഡ് ചേർക്കാൻ പറ്റുമോ? എന്താ? ഓക്കെ ഓക്കെ, ശരിയല്ലേ? യെസ്. അപ്പോഴൊരു സ്ഥലം വിട്ടുപോയി, അതുകൊണ്ട് അതൊക്കെ പറയട്ടെ. യെസ്, ആ സെന്റൻസ് ഒന്നുകൂടി വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ, അവർ മദർ ടീച്ചസ് അസ്. അവർ മദർ ടീച്ചസ് അസ്. അപ്പൊ അതിനകത്ത് ഓബ്ജക്റ്റ് ഏതാണ് കിട്ടിയേക്കണേ? ഒബ്ജക്റ്റ് അസാണ്, അതിന് ബി ആക്കി. അസാണ്, അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ബി ആക്കി അല്ലേ? ഓക്കെ, സമ്മതിച്ചു, കറക്റ്റ് ആണ്. പിന്നെ എന്ത് വേണം? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വേണം. ബി സബ്ജക്റ്റ് ആവുമ്പോൾ എന്തായിരിക്കും വരാം? ബി സബ്ജക്റ്റ് ആവുമ്പോൾ ബി ഈസ് എന്ന് പറയോ, ബി ആം എന്ന് പറയോ, ബി ആർ എന്ന് പറയോ? വി ആർ. അപ്പൊ അത് അത്രയും കറക്റ്റ് ആണ്. വി ആർ. അവിടെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ആ ടീച്ച് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം ഉണ്ട്. ടീച്ച് പ്രസന്റ് പാസ്റ്റ് ടെൻസ് ടോട്ട്, TAUGHT. പാസ്റ്റ് പാർട്ടിസിപ്പിളും ടോട്ട്, TAUGHT. അപ്പൊ ടോട്ടാണ് എഴുതുന്നത്. വി ആർ ടോട്ട് ബൈ അവർ മദർ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, പിടികിട്ടില്ലേ? ഇപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ഓർത്ത് ഓബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വർക്കിന്റെ മൂന്നാമത്തെ മറക്കാതിരിക്കും. പ്രാൻഷൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ. താങ്ക് യു സർ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ.